നിറവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ നമ്മുടെ കുരുവിക്കുണ്ടായ ഒരു അനുഭവം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ഇതിവൃത്തമായിട്ട് സിനിമ ഇറങ്ങുക എന്നുള്ളത് ഇറങ്ങിയതിന് ശേഷം യാദൃശികമായി നമ്മുടെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളക്കരയാകെ ഏറ്റെടുത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരു ഐക്യദാർഢ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മൾ അറിഞ്ഞിടത്തോളം നൃത്തത്തിന്റെ ഭാഗമായിട്ട് ഒരു മണവാട്ടിയായിട്ട് സെലക്ട് ചെയ്യുകയും അതിൽ നിന്ന് നിറത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കാര്യം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ കുരുവിയെ, ആ കുരുവിയുടെ കഥ തന്നെ ഇതിവൃത്തമായി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സാഹചര്യത്തിൽ സന്ദർഭത്തിനനുസൃതമായ ഒരു സാഹചര്യമായി പോയി. തീർച്ചയായിട്ടും ഈ സിനിമയും അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ അല്ല ഒരാഴ്ചയായിട്ട് നടക്കുന്ന നമ്മുടെ സംഭവങ്ങളും നമ്മുടെ സമൂഹം ഇതിനൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐക്യദാർഢ്യത്തോടെ ഞാനും ചെയ്തു. ഒപ്പം ഈ സിനിമയുടെ ഇതിവൃത്തം ഒന്നും കാണണമെന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, ഞങ്ങളൊക്കെ വിളിക്കുന്ന പോലെ കറുത്ത പാട്ടുകാരി ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. സിനിമയുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. 2-3 സിനിമയിൽ അഭിനയിച്ചുള്ളൂ. ഇതുപോലെയുള്ളൊരു എന്താ പറയുക, നിങ്ങളെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ പറഞ്ഞൊരു കാര്യത്തിനെ വളരെ എന്താ പറയുക നെഗറ്റീവ് തലത്തിൽ ചാനലുകളും മറ്റു പലരും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി സാറ് പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്ത പരിപാടി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമാണ് പറഞ്ഞത്. അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ ആണെന്ന് അറിയാം, അതൊരു പാർട്ടി എതിരായിട്ട് കാണുന്നതിനോ ഒന്നുമല്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനും എല്ലാ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനും ഒരുമിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയത് വിക്ടോറിയ കോളേജിൽ KSUവിൻ്റെ ഒരു പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ BJPയുടെ അല്ലെങ്കിൽ അത്തരമുള്ള സംഘടനകളുടെ നൃത്ത പരിപാടികളിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയമായി ആരും കാണരുത്. ഞാൻ എന്താ പറയുക, ഒരു നൃത്ത പ്രകടനത്തെക്കാൾ കൂടുതൽ സിനിമയിൽ ഒരു അവസരം കിട്ടണം എന്നൊരു എന്താ പറയുക, നമുക്കറിയാലോ കലാഭവൻ മണി ചേട്ടൻ്റെ അനിയനാണ്. അപ്പോൾ പിന്നെ തന്നെയല്ല, ചേട്ടൻ പോയതിന് ശേഷം ഒരു 8 വർഷത്തിന് ഇപ്പുറമാണ് ഒരു ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചിരുന്നു. മറ്റൊരു തെറ്റിദ്ധാരണ, ഞാൻ എൻ്റെ ഫോൺ ഓൺ ചെയ്തിട്ട് സ്പീക്കർ ഫോൺ ഇട്ടു എന്നാണ് പറയുന്നത്. അതൊരിക്കലും അല്ല. വന്ന റിപ്പോർട്ടർമാരിൽ ആരോ ഒരാളുടെ ഫോണിലേക്കാണ് ആ കോള് വന്നത്. അപ്പോൾ അവർ തന്നെയാണ് അത് ലൗഡ് സ്പീക്കറിൽ ഇടുകയും സംസാരിക്കുകയും ചെയ്തത്. അത് ഇത് കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമെന്ന് തോന്നിയിട്ടില്ല. അനുഭവം ഉണ്ടായപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത്. എനിക്കറിയാം ഇതിന് എത്രത്തോളം വിഷമമുണ്ടാവുന്ന കാര്യം എൻ്റെ ലൈഫിൽ നടന്നു പോയതുകൊണ്ട് ഇത് എത്രത്തോളം ഉണ്ടാവുന്ന എനിക്കറിയാം. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും ഇൻ്റർവ്യൂവിൽ സിനിമ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇപ്പോഴത്തെ കാലത്ത് ഇതേപോലെ ഉണ്ടോ, നിറത്തിനെ പറ്റി ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടെന്ന് കുറേ പേരോട് ചോദിച്ചു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടെന്ന് ഇപ്പോൾ ഈ ഒരു കാര്യം തെളിയിച്ചു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഡാൻസിന് സെലക്റ്റഡ് ആയിട്ട് പിറ്റേന്ന് എൻ്റെ പേര് വിളിക്കാൻ പിറ്റേന്ന് അന്വേഷണത്തിലാണ് എൻ്റെ പേര് മാറ്റിയിട്ടാണ് അവർ പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം അവിടെയുള്ള കുട്ടികളൊക്കെ നമുക്ക് അവർക്ക് നല്ല ബന്ധപ്പെട്ടല്ല, എത്ര വ്യക്തികളാണ് സാധാരണ അവർക്ക് പറഞ്ഞില്ല. അപ്പോൾ ആ സമയം ഭയങ്കര ഷോക്കിലാണ്. 5ാം ക്ലാസ്സിലങ്ങാണ്ട് പഠിക്കുന്നത്. കുരുവിൻ്റെ അതേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് പറയുമ്പോൾ അതേ ഫീലിംഗ് വരുന്നുണ്ട്. ആ ടൈമിൽ അത് സംസാരിച്ചിട്ട് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം ഇത് ആക്ച്വലി ഹാപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി എല്ലാവർക്കും പറയാനുള്ളത് ഈ ഓൾറെഡി വേൾഡ് ഒരു കെയോസിൽ എല്ലാവർക്കും ടൈമിൽ കമ്പാഷനറ്റ് ആയിട്ട് ഇരിക്കുക. ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ. ഇപ്പം കണ്ടീഷണലി നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ധാരണകൾ പലരും പൊളിച്ചു മാറ്റപ്പെടുന്നത്. അപ്പം അത് ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ